പിന്നെ നമ്മൾ ബോഡി മെഷർമെന്റ് ആണ് എടുക്കാൻ പോണത്. സ്ലിറ്റ് ടോപ്പ് തയ്ക്കാനായിട്ട് ബോഡി മെഷർമെന്റ് ആണ് എടുക്കാൻ പോണത്. അതപ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കാൻ പോണേന്നും അതിലൂടെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസും ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത്രയും നാൾ ഞങ്ങൾ തയ്ച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അതായത് ഇപ്പോൾ പലരും പല രീതിയിലായിരിക്കും അളവെടുക്കണത്. ഇപ്പോൾ ഇത്രയും നാൾ തയ്ച്ച് ഞങ്ങൾക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസിലൂടെ ഒരു അളവിനെ കുറിച്ചൊരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ അതാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ചുരിദാറിന് ഫസ്റ്റ് വേണ്ട അളവെന്ന് പറയണത് ഫുൾ ലെങ്ത് ആണ്. എന്തോരം ലെങ്ത് വേണമെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഫുൾ ലെങ്ത് എടുക്കുന്നത്. ചിലർക്ക് നീളം കൂടുതലുള്ളതായിരിക്കും ഇഷ്ടം, ചിലർക്ക് നീളം കുറവുള്ളതായിരിക്കും. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഫുൾ ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ ഇവിടെ വെച്ചിട്ട് താഴത്തേക്ക് മെഷർമെന്റ്സ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുന്നെങ്കിൽ ഒരു മിററിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കണമായിരിക്കും ബെറ്റർ. മെഷർമെന്റ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു മിററിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കണമായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഫുൾ ലെങ്ത് നോക്കിയപ്പോൾ 42 ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത അളവെന്ന് പറയുന്നത് ഷോൾഡർ ആണ്. അപ്പോൾ നമ്മൾ കസ്റ്റമറിനെ ബാക്ക് സൈഡ് തിരിച്ചു നിർത്തിയതിന് ശേഷം ഷോൾഡർ ടു ഷോൾഡർ അളവെടുക്കണം. അതായത് ഈ ഷോൾഡറിൻ്റെ ഈ ജോയിന്റ് വരുന്ന ഭാഗത്ത് നിന്നും ഇപ്പുറത്തേക്ക്. ഇതാണ് ഷോൾഡറിന് കിട്ടിയിരിക്കുന്ന അളവ്. 13.5 വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ തയ്ക്കാൻ നേരത്ത് 13.5 ആവശ്യമില്ല. അതാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. ഇപ്പം എനിക്കിപ്പോൾ തയ്ക്കാൻ നേരത്ത് 13 ആണെങ്കിൽ നമ്മൾ അത് എടുക്കാറില്ല. ഒരു 6 ഇഞ്ച് അതാണ് നമ്മൾ മാക്സിമം എടുക്കണം. എനിക്കപ്പോൾ അത് കറക്റ്റായിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് ഞങ്ങൾ ഇട്ടേക്കണത്. അപ്പോൾ നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് മതി. അപ്പോൾ നമ്മൾ അതാ പറയണത്, നമ്മളൊരു എക്സ്പീരിയൻസിലൂടെ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാം. അടുത്തത് ആം ഹോളാണ്, കൈക്കുഴി. ആം ഹോളിനെ കുറിച്ച് പറയാനുള്ളത്, സാധാരണ മിക്കവരും വീഡിയോസിലൊക്കെ കാണിക്കുന്നത് ഇങ്ങനെയായിരിക്കും. കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇതിന് റൗണ്ട് ചെയ്ത് വരുന്ന ഈ അളവ്. അപ്പോൾ ഇവിടെ 14 നമുക്ക് കിട്ടിയത്. പക്ഷേ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഈ 14 കൊടുത്തെന്നാൽ അത് ഇത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ ലൂസായി കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ എടുക്കുന്നത് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വെച്ച് നോക്കും, എത്രയാണ് കിട്ടണമെന്ന് നോക്കും. അപ്പോൾ ഇവിടെ 6.5 കിട്ടിയിരിക്കുന്നത്. അതാണ് 6.5 ഞങ്ങൾ ആം ഹോളായിട്ട് എടുക്കുന്നത്. അത് മതിയാവും. നെക്സ്റ്റ് വന്നിട്ട് ചെസ്റ്റ് പോർഷനാണ് അളവെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ചെസ്റ്റ് 35 വന്നത്. അത് നമ്മൾ ടൈറ്റായിട്ട് വെച്ചെടുക്കരുത്. ഇത്തിരി കയറുന്നുണ്ട്. നമ്മൾ ടൈറ്റായിട്ട് വെച്ച് ഒരിക്കലും ചെസ്റ്റിൻ്റെ അളവെടുക്കരുത്. കുർത്തി തയ്ക്കുമ്പോൾ ലൂസായിട്ട് വെച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ 35 കിട്ടിയിട്ടുണ്ട്. 1 ഇഞ്ച് ലൂസാക്കി. അപ്പോൾ ഇനി വേസ്റ്റ് ലെങ്ത് ആണ് എടുക്കാൻ പോണത്. അടുത്ത അളവ് വരുന്നത് വേസ്റ്റ് ലെങ്ത് ആണ്. അതായത് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഇവിടെ വരെയുള്ള അളവ്. വേസ്റ്റ് ലെങ്ത് എന്തിനാ എടുക്കണമെന്ന് വെച്ചാൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ചുരിദാറൊക്കെ തയ്ക്കാൻ നേരത്ത്. ഇപ്പോൾ ഇവിടെ 13 കിട്ടിയിരിക്കുന്നത്. ഈ കിട്ടിയിരിക്കുന്ന 13ൻ്റെ അവിടെ വെച്ച് തന്നെ നമ്മൾ ഇങ്ങനെ റൗണ്ട് എടുക്കും. അതിനാണ് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. വേസ്റ്റ് റൗണ്ട് അതിപ്പോൾ 30 ഇവിടെ കിട്ടിയേക്കണം. നമ്മൾ ചുരിദാർ തയ്ക്കണ കാരണം എല്ലാം അത്യാവശ്യം ലൂസിൽ തന്നെ വേണം എടുക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ എപ്പോൾ തയ്ച്ചാലും ഒരു 2 ഇഞ്ച് 2.5 എപ്പോഴും നമ്മൾ എക്സ്ട്രാ വിട്ടിട്ടേ തയ്ക്കോളൂ. അഥവാ എന്തെങ്കിലും വേരിയേഷൻ വരികയാണെങ്കിൽ നമുക്ക് അഴിച്ച് പണിയാനുള്ള ഒരു ഇതുണ്ടാവും. അതേസമയം 1 ഇഞ്ചൊക്കെ ആണെങ്കിൽ എങ്ങനെ വന്നാലും തയ്ച്ച് വരുമ്പോൾ അത് കുറയാനേ ചാൻസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ടൈറ്റായി പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലൂസ് ആണെങ്കിൽ അത് ഷേപ്പ് ചെയ്ത് കൊടുത്ത് ശരിയാക്കാൻ
പറ്റും. അത് കാരണം ലൂസായിട്ട് എടുക്കാറുള്ളൂ മാക്സിമം. അടുത്ത അളവാണ് സ്ലിറ്റ് ലെങ്ത്. നമ്മൾ സ്ലിറ്റ് ചുരിദാറാണല്ലോ തയ്ക്കണത്. അപ്പോൾ സ്ലിറ്റ് ലെങ്ത്, സ്ലിറ്റ് നമുക്ക് എവിടെ വെച്ച് വേണം അതാണ് നോക്കണത്. അതും ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ എടുക്കാറുള്ളത്. ഇപ്പോൾ ഇവക്കിപ്പോൾ അധികം ഇറങ്ങിക്കിടക്കണ ഇഷ്ടമല്ല, ഇപ്പോൾ കുറച്ച് കയറ്റിയായിരിക്കും നമ്മൾ എടുക്കാറുള്ളത്. ഇത് എത്രയാണ് നിനക്ക് വേണ്ടത്? എനിക്കിവിടെ ഒരു 17.5. 17.5 വരുന്നത്. അങ്ങനെ സ്ലിറ്റ് ലെങ്ത് കിട്ടി. എവിടെയാണോ നമ്മുടെ ആ ലെങ്ത് വന്നത് അവിടെ വെച്ച് റൗണ്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഈ സ്ലിറ്റ് ലെങ്ത് കിട്ടിയ അവിടെ വെച്ച് തന്നെ നമ്മൾ സ്ലിറ്റ് റൗണ്ടും എടുക്കണം. അതും റൗണ്ട് ടൈറ്റ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാർ തന്നെ കുളവായെന്ന് പറയാം. നമ്മൾ മാക്സിമം അവർ ഇത് നോക്കി ഒരു ഇഞ്ചെങ്കിലും ലൂസ് ഇട്ടെടുക്കണായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ടൈറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും ചുരിദാർ കാണാനായിട്ട്. ടൈറ്റ് ആയാലും വൃത്തികേടാണ്, അതേസമയം ലൂസായി പോയാലും ഇവിടം കൊണ്ടൊരു വിരിഞ്ഞ് കിടക്കണ ഒരു ഫീൽ നമുക്ക് വരും. അതെ, അപ്പൊ നമ്മളിത് കറക്റ്റായിട്ട് വേണം നോക്കാനായിട്ട്. നോക്കില്ലെങ്കിൽ പണി കിട്ടും. അതെ, അപ്പൊ ഇവിടെ 37 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്നതാണ് സ്ലീവ്. സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സ്ലീവ് എടുക്കുക, അല്ലെങ്കിൽ ഇപ്പൊ സ്ലീവിൽ തന്നെ പല ഓപ്ഷൻ ഉണ്ടല്ലോ. ഇത്ര എടുക്കാം, ഫുൾ സ്ലീവ് എടുക്കാം. അപ്പൊ അത് നമ്മുടെ ഇഷ്ടാനുസരണം സ്ലീവ് ലെസ് ആയിട്ട് അടിക്കാം, സ്ലീവ് വെച്ചടിക്കാം, അങ്ങനെ. ഷോൾഡറിന്റെ അവിടെ നിന്നാണ് നമ്മൾ എപ്പോഴും സ്ലീവ് ലെങ്ത് എടുക്കുന്നത്. ഇപ്പൊ ഇവിടെ നീ ലെങ്ത് വരെയാണെങ്കിൽ 10 നമ്മൾ എടുക്കണത്. ഓക്കെ, എന്നിട്ട് ഇവിടെ വെച്ച് തന്നെ സ്ലീവ് റൗണ്ട് കൊടുക്കണം. സ്ലീവ് റൗണ്ട്. അപ്പൊ നമുക്ക് 9.5 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടത്തെ ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടി ഇവിടത്തെ അളവ് എടുക്കണതും നല്ലതായിരിക്കും. നമുക്ക് ഷേപ്പ് ചെയ്യാൻ എടുക്കുമ്പോൾ അത് ഇച്ചിരി ഉപകാരപ്പെടും. അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ടൈറ്റായി പോകാറുണ്ട്, അപ്പൊ നമ്മൾ അത് നൈസായിട്ട് അയച്ചു കൊടുക്കും. അതായത് ഇപ്പൊ സ്ലീവ് എടുക്കുമ്പോൾ ഈ ലെങ്ത്തും ഈ റൗണ്ടും മാത്രം പോരാ. ഇവിടെ നിന്നും ഇങ്ങനെ ഇപ്പോൾ ഇവിടെ എന്തോരം വരുമെന്ന് നോക്കിയിട്ട് ഇപ്പൊ 4ന്റെ അവിടെ വെച്ച് റൗണ്ട് എത്രയാണെന്ന് നോക്കണം. പിന്നെ ഒരു 7 അവിടെ വെച്ച് റൗണ്ട് എത്രയാണെന്ന് നോക്കണം. അപ്പൊ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ അത് സ്ലീവ് തയ്ച്ച് കിട്ടും. ഓക്കെ, പിന്നെ ഇതിൽ തന്നെയാണ് മെയിൻ കാര്യം നെക്ക് വിഡ്ത്ത്. നെക്ക് വിഡ്ത്തിനെ പറ്റി പറയാനാണെങ്കിൽ അതിപ്പോ എങ്ങനെയാണ്, ഇതിപ്പോ ഓരോരുത്തരുടെ അതും കസ്റ്റമറിന്റെ ഇഷ്ടാനുസരണം എന്ന് തന്നെ പറയാം. പിന്നെ നെക്ക് വിഡ്ത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ മാക്സിമം നമ്മൾ ഫസ്റ്റ് എടുക്കണത് 3, പിന്നെ 3.25, 3.5. ഇപ്പൊ ഞങ്ങൾ മെയിൻ ആയിട്ട് എടുക്കണത് 3.25, 3.25, 3.5. ഇതാണ് നമ്മ കൂടുതലും എടുക്കാറുള്ളത്. ഒരു നോർമൽ നെക്കിന് സാധാരണ പോലെ ഇരിക്കണം. ഇപ്പൊ വൈഡാണ് അല്ലെങ്കിൽ ബോട്ട് നെക്ക് ആണൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം വരും. നെക്ക് ലെങ്ത് എടുക്കണത് ഇപ്പോൾ നെക്ക് വിട്ട് 3 അല്ലെങ്കിൽ 3.25 എടുക്കും. നെക്ക് ലെങ്ത് ഷോൾഡർ ടു എന്തോരം ഇറക്കമാണോ അത് നമ്മുടെ ഇഷ്ടത്തിനല്ല, അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ലെങ്ത്തും എടുക്കണത്. അപ്പോൾ ഒരു സാധാരണ നെക്കിനൊക്കെ ആണെങ്കിൽ 5.5 ആ ഒരു ഇതിലൊക്കെ എടുക്കാം. അപ്പോൾ വൈഡ് ആക്കണം എന്നുള്ളവർക്ക് അതിൽ കൂട്ടാം. ഇപ്പോൾ കയറ്റണം എന്നുള്ളവർക്ക് 5.5-നേക്കാളും കുറവെടുക്കാം, 4 ആ ഒരു ഇതിലൊക്കെ എടുക്കാം. പിന്നെ വരുന്നത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്കും ഇതേപോലെ തന്നെ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ എടുക്കാറുള്ളത്. ഇറക്കണമെന്നുള്ളവർക്കാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് എടുക്കും, അല്ലെങ്കിൽ കയറി ഇരിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അതേപോലെ എടുക്കും. അപ്പോൾ ഇവിടെ ഒരു ഇതിൻ്റെ ബാക്ക് നെക്ക് എന്ന് പറയുന്നത് 4 വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ അളവുകളെ കുറിച്ച് പറയുന്ന വീഡിയോ. ഇപ്പോൾ ഈ വീഡിയോയിൽ കുറേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കേൾക്കുമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളിൽ മൈക്ക് യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടാവും.
അപ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്, മൈക്കും ഇല്ല, ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം എല്ലാവരും അതനുസരിച്ച് ഞങ്ങളോട് ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.